എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭരണകക്ഷിയായ BJPയുടെ ആദ്യ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. ദേശീയ തലത്തിൽ 184 സ്ഥാനാർത്ഥികളെയാണ്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ 184 സ്ഥാനാർത്ഥികളെയാണ് അല്പം മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രശസ്തരായ 6-7 പേരുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മണ്ഡലമായ വാരാണസിയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ദേശീയ അധ്യക്ഷൻ BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ അദ്ദേഹം ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ മത്സരിക്കുന്നു. രാജ്നാഥ് സിംഗ് ലക്നൌവിൽ UPയിലെ ലക്നൌവിൽ മത്സരിക്കുന്നു. നിതിൻ ഗഡ്കരി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മത്സരിക്കുന്നു. ഹേമമാലിനി UPയിലെ മധുരയിൽ മത്സരിക്കുന്നു. സ്മൃതി ഇറാനി UPയിലെ അമേഠിയിൽ മത്സരിക്കുന്നു. സാക്ഷി മഹാരാജ് ഉന്നാവോയിൽ മത്സരിക്കുന്നു. ഇങ്ങനെ ഏതാനും പ്രമുഖർ ഉൾപ്പെടെ ഉള്ള പട്ടികയാണ് BJP ആദ്യമായി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ അദ്വാനി ഇല്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ച ഗാന്ധിനഗറിൽ ഇത്തവണ അമിത്ഷാ മത്സരിക്കുകയാണ്. വാരാണസിയിൽ പ്രധാനമന്ത്രി വീണ്ടും മത്സരിക്കുന്നു. ഇപ്പോൾ ഗാന്ധിനഗർ സീറ്റിൽ അമിത്ഷാ മത്സരിക്കുന്നതോടെ അദ്വാനിക്ക് സീറ്റില്ല എന്ന് വന്നിരിക്കുന്നു. അദ്വാനിക്ക് നിൽക്കാൻ പറ്റുന്ന പ്രായമൊന്നുമല്ല, അത് ശരിയാണ്. പക്ഷേ എങ്കിലും അദ്വാനി എന്ന് പറയുന്ന വെറ്ററൻ ആദ്യമായി BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും പുറത്താവുകയാണ്. അദ്വാനിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. മറ്റൊന്ന്, പ്രമുഖരായ 2 പേരുടെ പേര് ആദ്യ പട്ടികയിലില്ല. ഒന്ന് ഗാന്ധി കുടുംബത്തിൽപ്പെട്ട 2 പേരാണ്. ഒന്ന് മേനകാ ഗാന്ധി, കേന്ദ്രമന്ത്രിയായ മേനകാ ഗാന്ധിയും മകൻ വരുൺ ഗാന്ധി. ഈ 2 പേരുടെ പേര് ആദ്യം വിട്ട ലിസ്റ്റിലില്ല. എന്തായാലും UPയിൽ മൊത്തമുള്ള സീറ്റിൽ 80 സീറ്റോളം ഉണ്ട്. അവരതിനകത്ത് ഏതാണ്ട് 74 സീറ്റിലോളം മത്സരിക്കുന്നുണ്ട്. അതിൽ 29 സീറ്റിൻ്റെ പട്ടിക മാത്രമാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. 29 സീറ്റ് മാത്രമാണ് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ മഹാരാഷ്ട്രയിലെ 21 സീറ്റിലേക്കും കർണാടകത്തിലെ 21 സീറ്റിലേക്കും കേരളത്തിലെ 13 സീറ്റിലേക്കും രാജസ്ഥാനിലെ 16 സീറ്റിലേക്കുമാണ് ഇന്നത്തെ പട്ടികയിൽ സ്ഥാനാർത്ഥികൾ ഇടം പിടിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 15 സീറ്റിലെ സ്ഥാനാർത്ഥി നിർണ്ണയം വന്നു. ഒഡീഷയിലെ 10 സീറ്റിൽ സ്ഥാനാർത്ഥി നിർണ്ണയം വന്നു. തെലങ്കാനയിലും 10 സീറ്റിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബംഗാളിൽ 28 സീറ്റിലെ സ്ഥാനാർത്ഥികൾ BJP പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഉത്തരാഖണ്ഡിൽ 5, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാമിൽ 8, അരുണാചൽ പ്രദേശിൽ 2, മണിപ്പൂരിൽ 5 സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. ജമ്മു കാശ്മീരിലെ 5 സീറ്റിലേക്കും സ്ഥാനാർത്ഥികൾ വന്നു. തെലങ്കാനയിലെ 10 സീറ്റിലേക്കും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിരിക്കും. ഇങ്ങനെ 184 സീറ്റിൻ്റെ പ്രഖ്യാപനമാണ് ആദ്യം വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ പട്ടിക ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ പട്ടികയിൽ കാണുന്നത് ഒരുപാട് സിറ്റിംഗ് MPമാർ മത്സരിക്കുന്നുണ്ട്. 20 സ്ത്രീകൾക്ക് മാത്രമാണ് ഈ 184 പേരുടെ പട്ടികയിൽ 20 സ്ത്രീകൾ മാത്രമാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. BJP ഒരു സ്ത്രീ വിരുദ്ധ പാർട്ടിയാണെന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉള്ളതാണ്. എന്തായാലും 184 പേരുടെ പട്ടിക വന്നപ്പോൾ വെറും 20 സ്ത്രീകളുടെ പേര് മാത്രമാണ് അതിനകത്ത് ഉള്ളത്. പാർട്ടി പ്രസിഡന്റ് അമിത്ഷായുടെ നേതൃത്വത്തിൽ 16, 19, 20 തീയതികളിൽ നടന്ന BJPയുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി യോഗമാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അരുൺ ജെയ്റ്റ്ലിയും എല്ലാം പങ്കെടുത്ത ഇന്നത്തെ യോഗമാണ് അന്തിമമായി ഈ പട്ടികയ്ക്ക് രൂപം നൽകിയത്.